ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ പെട്ടെന്ന് ഡാമേജ് ആയി പോകുമെന്ന് സംശയമുള്ളവർ ഈ വീഡിയോ കാണണേ. ഹലോ, ഇന്നത്തെ വീഡിയോ എന്റെ ആദ്യത്തെ ഹാൻഡ് പെയിന്റഡ് കേരള സാരിനെ കുറിച്ചാണല്ലോ. ഓക്കെ, സ്റ്റോറി ടൈം. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കോഴിക്കോടുള്ള തിരുവമ്പാടിയിലെ അത്തിപ്പാറ എന്നുള്ള സ്ഥലത്താണ്. ഞാൻ ചെറുപ്പത്തൊട്ടേ പോകുന്ന ക്ഷേത്രമാണ് എന്റെ നാട്ടിലെ ഇരഞ്ഞിക്കൽ ദേവി ക്ഷേത്രം. ഇതുപോലെയൊക്കെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് അത് വിജയിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്ത് ഞാൻ ദേവിയമ്മയ്ക്ക് സമർപ്പിച്ചു. ഞാൻ ഈ കൊടുത്ത സാരി ദേവിയമ്മ ഉടുത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന്റെ സന്തോഷം. മനസ്സിന്റെ സന്തോഷമാണല്ലോ നമുക്ക് എല്ലാവർക്കും പ്രധാനം. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ ദേവിയമ്മയ്ക്ക് സാരി കൊടുക്കാറുണ്ട്. അതൊക്കെ ദേവിയമ്മ കൊടുക്കാറുണ്ട്. അങ്ങനെ ദേവിയമ്മയ്ക്ക് കിട്ടുന്ന സാരികളൊക്കെ വർഷത്തിലൊരിക്കൽ ഭക്തർക്ക് വാങ്ങാൻ സാധിക്കും. അന്ന് എനിക്ക് തോന്നുന്നത് നവരാത്രി സമയത്താണ് ഈ ഒരു ദിവസം എന്നാണ്. കുറേ സാരികൾ ഇങ്ങനെ നിരത്തി വെക്കും. എന്നിട്ട് ഒരു സമയത്ത് ഒരു സാരിയാണ് കാണിക്കുക. അപ്പോൾ ഈ സാരി കൊടുക്കുന്ന സ്ഥലത്ത് കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കൂടെ നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. ഞാൻ ദേവിയമ്മയ്ക്ക് കൊടുത്ത ഈ പെയിന്റ് ചെയ്ത സാരി ആർക്കാ കിട്ടുന്നതെന്ന് ഞാനിങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഞാൻ പെയിന്റ് ചെയ്ത സാരിയുടെ ഊഴത്തി. ആ സമയത്തുണ്ട് ഒരാൾ പറയുന്നു, അത് എന്റെ ചേട്ടന്റെ മോള് വരച്ച സാരിയാ, അതെനിക്ക് തരുമോ? അത് ആരും ആയിരുന്നില്ല ഗെയ്സ്, അതിന്റെ ആന്റി ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആന്റി ആ സാരി വാങ്ങി. ആന്റി ആ സാരി വാങ്ങിയിട്ട് 15 വർഷമായി. ഇപ്പോഴും ആന്റി ആ സാരി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. എല്ലാ വർഷവും അമ്പലത്തിലെ ഏതെങ്കിലും ഒരു ചടങ്ങിന് ആന്റി ആ സാരി കൊടുത്തു വരും. അന്ന് ഞാൻ ഈ സാരി ചെയ്യുമ്പോൾ എനിക്ക് മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഗൂഗിളിൽ നോക്കി അത് കോപ്പി ചെയ്ത് ചെയ്ത ഒരു പെയിന്റിംഗ് ആണിത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ആ സാരിയുടെ ഒരു നിലവാരം. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മ്യൂറൽ പെയിന്റിംഗ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ചെയ്ത പെയിന്റിങ്ങും ഇപ്പൊ ചെയ്യുന്ന പെയിന്റിങ്ങും കൂടെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് കാണാം. ഞാൻ കുറച്ചൊക്കെ പെയിന്റിങ് വൃത്തിക്ക് ചെയ്യാൻ പഠിച്ചതിന് ശേഷവും ആന്റി ഇത് കൊടുത്ത അമ്പലത്തിൽ വരും. അപ്പൊ ഞാനിങ്ങനെ തമാശക്ക് ആന്റിനോട് പറയും, ഇതൊന്നും ഞാൻ ചെയ്താണെന്ന് ആരോട് പറയല്ലേ ആന്റിന്ന്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ചെയ്തൊരു വർക്ക്, ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടാ അന്ന് ഞാൻ ആ വർക്ക് ചെയ്യുന്നത്. അത് ഇത്ര വർഷമായിട്ടും അത് ഒരു കേടുപാട് ഒന്നും കൂടാതെ ആന്റി അത് സൂക്ഷിച്ചു എന്നുള്ളതാണ്. നമുക്ക് അതിലും വലിയൊരു സന്തോഷം ഒരു ഡിസൈനർക്ക് കിട്ടാനില്ല. ഞാനിന്ന് വെറുതെ ഒരു മെസ്സേജ് ആന്റിക്ക് അയച്ചു. ഞാൻ അന്ന് ചെയ്ത സെറ്റ് സാരി ആന്റി എപ്പോഴെങ്കിലും എടുത്ത ഒരു ഫോട്ടോ ഉണ്ടോ, എനിക്കിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ വെക്കാനാന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി ഇന്ന് ഫോട്ടോ എടുത്ത് തന്നിരിക്കുക. അന്ന് ഞാൻ ചെയ്ത ഫോട്ടോയും ഇന്ന് ആ സാരിയുടെ ഫോട്ടോയും ഉണ്ട്, ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പം ഒന്നും വന്നിട്ടില്ല ആ സാരിക്ക്. ഡ്രസ്സിൽ പെയിന്റ് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പെയിന്റ് പോകുമോ എന്നുള്ളത്. അത് പോകില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ചെയ്ത ഈ വർക്ക്. 15 വർഷമായിട്ട് ഈ സാരി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്ത് ഹാൻഡ് പെയിന്റ് ചെയ്യാൻ വരുന്ന ഒരുവിധ എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തും ഞാൻ ഈ ഒരു സാരിയുടെ കാര്യം പറയാറുണ്ട് കേട്ടോ. ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ നമ്മുടെ ഉപയോഗം പോലെ ഇരിക്കും എത്ര കാലം കിട്ടുക എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പെയിന്റ് ചെയ്ത ഡ്രസ്സുകൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.